ബട്ടർ ചിക്കൻ്റെ സെയിം റെസിപ്പി വെച്ചിട്ട് മുട്ടക്കറി ഒന്ന് തയ്യാറാക്കി നോക്കി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ബട്ടറിലേക്ക് പട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം വിട്ടുപോയി. സവോള ആദ്യം വഴറ്റി. അപ്പോൾ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട ഇട്ട് കൊടുത്തു. പട്ട ഇതിലത്തെ മെയിൻ ഐറ്റമാണ്. അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിട്ട് കൊടുക്കുക. മെയിൻ ഐറ്റം തന്നെ ആദ്യം മറന്നുപോയി കേട്ടോ. കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കായിട്ട് വേണ്ടത് ഒരു തക്കാളി വേണം. ഇപ്പോൾ സവോള 2 എണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വാട്ടിയെടുത്ത് അത് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ നമ്മൾ പുഴുങ്ങിയ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളകും പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പം മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഇതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട വിചാരിച്ചിട്ടാണ്. ഇതിൽ പൊടികളും അതുപോലെ മുട്ടയൊക്കെ ഉള്ളതല്ലേ, പൊട്ടിത്തെറിക്കും പെട്ടെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ മുട്ട അങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞാൽ ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. ഇനി അത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഗ്രേവി പോലെ കിട്ടാനായിട്ട് ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് അതിലേക്കാണ് അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് അടുത്ത മെയിൻ ഐറ്റം ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്രഷ് ക്രീമും ബട്ടറൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് തയ്യാറായി വരുമ്പോൾ അതിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയൊരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡി.